ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വീട്ടിലെ ജയിലിനെ സായി കൃഷ്ണ ഇത്രയും സ്നേഹിക്കുന്നുവെന്ന് ലൈവ് കണ്ടപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായത്. എന്തൊരു സന്തോഷവും ആവേശവുമായിരുന്നു സായിക്ക് ജയിലിലോട്ട് പോകാൻ. എന്നെ ഒന്ന് ജയിലിലേക്ക് വിടൂ എന്നാണ് സായി പറഞ്ഞത്. ജയിലിലെ സായിയെ കൂടാതെ അൻസിബയും ഉണ്ടായിരുന്നു. ജയിലിൽ പോയിട്ട് അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. അവിടെ സായിക്ക് തേങ്ങ ചിരകുന്ന ജോലിയാണ് കിട്ടിയത്. പിന്നെ ഇതൊരു സൈക്കോളജിക്കൽ മൂവ് ആവാം കേട്ടോ ചിലപ്പോൾ. എന്താന്ന് വെച്ചാൽ സായിക്ക് അറിയാം എന്തായാലും ജയിലിൽ പോകുമെന്ന്. അപ്പൊ പിന്നെ അത് മറ്റുള്ളവർ കളിയാക്കാതിരിക്കാനും നാണക്കേടാവാതിരിക്കാനും സന്തോഷത്തോടെ പോകുന്നു എന്നുള്ള രീതിയിൽ ആക്കിയതും ആവാം. അടുത്തതായിട്ട് അഭിഷേക് ശ്രീകുമാറാണ്. അഭിഷേകിന്റെ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള പരാമർശം കുറച്ച് ഗൗരവമുള്ള കാര്യമായതുകൊണ്ട് തന്നെ ലാലേട്ടൻ എന്തായാലും ഇന്ന് അത് സൂചിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ചോദിക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. കൂടാതെ അഭിഷേക് ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയ സമയത്ത് ചാനലിന് ഈ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ താഴെ എഴുതി കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും അഭിഷേകിന് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ഹൈപ്പൊക്കെ ഉണ്ടായെങ്കിലും ബിഗ് ബോസ് ഇതിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അഭിഷേക് അതിൽ പറഞ്ഞതൊക്കെ വസ്തുതാപരമായ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അഭിഷേക് അവിടെ യൂസ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അറിയില്ല വീക്കെൻഡ് എപ്പിസോഡിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്തതായിട്ട് ഈ ആഴ്ച ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് പോകുന്നത് ജാൻമണിയും ശരണ്യയുമാണ്. ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയിരിക്കുന്നത് ശരണ്യക്കാണ്. അതിന്റെ അടുത്ത് തന്നെ നമ്മുടെ ജാൻമണിയും ഉണ്ട്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനാണ്. രണ്ടാം സ്ഥാനത്തായിട്ട് ജിൻഡോയും ഉണ്ട്. അടുത്തതായിട്ട് നോറയാണ്. നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഇൻഡിവിജ്വലായിട്ട് നിന്ന് ഗെയിം കളിക്കുന്ന അപൂർവം ചിലരിൽ ഒരാള് മാത്രമാണ് നമ്മുടെ നോറ. നമ്മുടെ ജാൻമണിക്കെതിരെ ശബ്ദമുയർത്തി പറയേണ്ട സമയത്ത് പറയുന്ന ഒരേ ഒരു മത്സരാർത്ഥിയാണ് നോറ. അത് ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മളെ കണ്ടതുമാണ്. അടുത്തതായിട്ട് ജാൻമണിയെ പറ്റിയാണ് പറയാനുള്ളത്. നമ്മുടെ പവർ ടീമിന് പോലും ഒരു വിലയും കൊടുക്കാത്ത ഒരു മത്സരാർത്ഥിയാണ് ജാൻമണി. കൂടാതെ ശാപവാക്കുകളും ഉണ്ട്. നമ്മുടെ നോറയെയും അൻസിബയെയും ഒക്കെ നമ്മുടെ ജാൻമണി ശപിക്കുന്നുണ്ട്. ജാൻമണി എന്തോ ഒരു വലിയ സംഭവമാണ് എന്നുള്ള രീതിയിലാണ് അവര് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത്. നോമിനേഷൻ സമയത്ത് സായിയോട് എന്റെ മുഖത്ത് ചായം തേക്കുകയാണെങ്കിൽ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ക്വിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ഷോ ഇറക്കി. അതേ കാര്യത്തിന് ബിഗ് ബോസിനെ പോലും വെല്ലുവിളിച്ച ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ ജാൻമണി. കുറച്ച് ദിവസങ്ങളായിട്ട് അത്രയും അഹങ്കാരമാണ് അവർ ബിഗ് ബോസ് ഹൗസിൽ കാണിക്കുന്നത്. എന്തിനാണ് ഈ അഹങ്കാരം കാണിക്കുന്നത്? എല്ലാരും തുല്യരാണല്ലോ, പിന്നെ എന്തിനാണ് ഒരാൾ മാത്രം ഇങ്ങനെ കിടന്ന് അഹങ്കരിക്കുന്നത്? എന്തായാലും ലാലേട്ടൻ ജാൻമണിക്ക് എന്റെ അടുത്തേക്ക് വരാം എന്ന് പറയുന്നത് കേൾക്കാൻ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നുണ്ടാവും. അടുത്തതായിട്ട് പ്രമോയാണ്. ചെറിയ പ്രശ്നം വലിയ പ്രശ്നം എന്നൊന്നില്ലാതെ എല്ലാ നിയമലംഘനങ്ങളും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്ന ഒരു തീപ്പൊരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. ഇനിയും അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.